ചേട്ടാ എന്താ ഈ കുട്ടിയെ മർദ്ദിക്കുന്ന അങ്ങനെ മുമ്പും സംഭവം ഉണ്ടായി? അത് സ്ഥിരമുള്ള പണിയായതുകൊണ്ട് അതിലൊരു പ്രത്യേകത നമ്മൾ കൽപ്പിക്കില്ല. ഈ രണ്ടാനമ്മയാണ് എന്നാണ് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വന്ന് ഇപ്പോഴാണ് രാവിലെയാണ് അറിയുന്നത് 4 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളത് വിവരം പോലും ഇപ്പോഴാണ് അറിയുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല. 3 കുട്ടികളെ ഉള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. അയാൾ വന്നപ്പോഴും പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ ആണിൻ്റെ കാര്യമൊന്നും അറിയില്ല. ഇവിടെ ഇതുവരെ വന്നിട്ടുമില്ല അല്ലേ? ഇവിടെ വന്നിട്ടുമില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇല്ല. ഈ ഇടയ്ക്കിടയ്ക്കും ഇങ്ങനെ മർദ്ദിച്ചു അങ്ങനെ പിള്ളേർ തങ്ങളിൽ ഡെയിലി ഉള്ള ഒരു പ്രശ്നമാണ്. അതിൽ പിന്നെ നമ്മൾ പ്രത്യേകതയായിട്ട് കണ്ടിട്ടുമില്ല. ഈ മർദ്ദനമേറ്റ് അങ്ങനെ കരച്ചിലോ അങ്ങനെ എന്തെങ്കിലും? അത് ഡെയിലി ഉള്ളതാണ്. അമ്മ അടിക്കുന്നുണ്ട്, പിള്ളേർ തങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് അത് നമുക്കങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേകതയില്ല. പറഞ്ഞാൽ എന്തെങ്കിലും ദുരൂഹതയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? ഇല്ല. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 7 വർഷം വരെ. 1 മാസം ആവാൻ പോണതേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞില്ല. അത്രേ ഉള്ളൂ. അല്ല, അത് അവർ തെറ്റ് കണ്ടിട്ടായിരിക്കാം. എന്നാലും ഉണ്ട്, മിക്കവാറും ഒക്കെ കാണും. അത് അവരെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ച് എവിടെയാണെന്ന് നോക്കാതെ അവർ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടിയായാലും അത് തന്നെ ചെയ്യും. സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വീട്ടിൽ കുഞ്ഞുണ്ടായിരുന്നോണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല, കഥ അടച്ചേക്കുമായിരുന്നു. ഉണ്ട്. മിക്കവാറും ഒക്കെ ഉണ്ട്. ചോദിക്കാൻ എന്ത് ഭാഷയിലാണ് ചോദിക്കുന്നത്? അവരുടെ ഭാഷ നമുക്കറിയില്ല. ഒരുപാട് കരച്ചിലൊക്കെ കേൾക്കാറുണ്ട്? അത്രയ്ക്കൊന്നുമില്ല. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് തിരിച്ച് വീണ്ടും പിള്ളേർ ഇറങ്ങി ഓടിയാലും തിരിച്ചു വരും. എന്താ കയ്യിലിരിക്കണ എന്തോ എന്ന് വെച്ച് അടിച്ചു കൊടുക്കും. അത് അവരുടെ പതിവാണ്. അത് 1-2 ദിവസമൊക്കെ മിക്കവാറും ഒന്നിടവിട്ടോ ചിലപ്പോൾ ഉണ്ടാവും. പിള്ളേരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം. ഇന്നലെ പ്രത്യേകിച്ച് എന്താണെന്നാണ് സംഭവം ഒന്നും അറിയില്ല. അത് ഏതാണ്ട് 1 മണിയോളം ആവും എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം ഉള്ളത് കൊണ്ട് നമ്മളത് ചിന്തിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചീത്ത വിളിച്ചാലും നമുക്ക് അറിയില്ലല്ലോ എന്താണ് വിളിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ അങ്ങേരെ പോകും. പിന്നെ പോലീസൊക്കെ വന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. അത് മറ്റേ ഇളയ കുഞ്ഞും ഓടുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ മൂത്ത കുഞ്ഞും അങ്ങോട്ട് മാറിയെന്ന് കരയുള്ളൂ. ഓടി കണ്ടിട്ടില്ല. പിന്നെ പുറത്തോട്ട് പോയി ഇതെല്ലാം തേങ്ങ വല്ലതൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെട്ടി പോയിച്ച് തിന്നുകൊണ്ടിരിക്കണ കാണാം. നല്ല കാര്യം. എനിക്കറിയില്ല. ഇല്ല, ഇവിടെ വന്നിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, അറിയില്ല. ഇത് കുട്ടികൾ തങ്ങളിലാണ്, അല്ലാതെ അമ്മ വെറുതെ മർദ്ദിക്കുന്നതല്ല. ഈ തല്ലുകുടുംബം അല്ല, അവർ തങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അവരുടെ ഭാഷ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് പറയാമായിരുന്നു. അപ്പോൾ അവരുടെ ഭാഷ അറിയില്ല, അതുകൊണ്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ച് അടിക്കും. അമ്മയെ അടിക്കും, ആ പിള്ളേരും അടിക്കും. മിക്കവാറും ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്ന അകത്ത് കഥ അടച്ചിട്ട് അകത്തിരിക്കുകയായിരുന്നു. പറയാം, എൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി ഓടും, മോളെ കുട്ടിയെ ഉള്ളതുകൊണ്ട് അവർ ഇറങ്ങി റോഡിൽ പോകണുണ്ട്. ഞാൻ കഥ അടച്ചിട്ട് അകത്തിട്ട് അപ്പോഴും വിളിയൊക്കെ കേട്ടു. എന്നും കേൾക്കണോണ്ട് നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഇല്ല. അവർ തങ്ങളിൽ ഒരു പ്രശ്നമില്ല. മൂത്തമകളെ കൂടുതലായി മർദ്ദിക്കുന്ന അതിപ്പോഴാണ് ഞാൻ അറിയണത്. 4 മക്കളുണ്ട് എന്നല്ല, ഇന്നാണ് അറിയണത്. ഇന്നലെ രാത്രി വരെ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പറയണം അത് 4 മക്കളുണ്ട്, 2 എണ്ണം വേറെയാണ് എന്നൊക്കെ നമുക്ക് അറിയാതെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അവർ കിട്ടുന്ന ദേഷ്യത്തിൽ അപ്പോഴങ്ങ് ചെയ്യുന്നു. എന്നാൽ പിന്നീട് അവർ വലിയ സ്നേഹമാണ്. ആ മക്കളുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ നടക്കണ കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, കൊടുക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. എൻ്റെ പേര് വഹാബ് എന്നാണ്. വഹാബ്. ഈ സാധാരണ വീടുകളിൽ പിള്ളേർ തമ്മിലുണ്ടാകുന്ന അടിപിടിയൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ല, നമ്മൾ സാധാരണ അടിക്കുന്നത് ഒരു കമ്പെടുത്ത് തുടയ്ക്കുക നമ്മളെ മലയാളീസ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ശീലം അങ്ങനെയാണ്. അങ്ങ് എവിടെയാന്ന് വെച്ചാൽ അങ്ങ് കൊടുക്കും. അങ്ങനെ കണ്ടിട്ടുള്ള പല ദിവസവും അവരിവിടെ നിന്നും കൊണ്ട് വഴിയിലിട്ട് അടിക്കുന്നു. അത് പിള്ളേർ തങ്ങളിലടിക്കുന്നതും ഈ തള്ളടിക്കുന്നതും അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ ഭാഷ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരുടെ പറഞ്ഞാലും മനസ്സിലാവില്ല, നമുക്ക് കേട്ടോണ്ട് നിൽക്കാനേ പറ്റും.
അപ്പോൾ അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ ഒറ്റയ്ക്കായിരുന്നു. അവർ മാത്രമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ വരാറുണ്ടോ? ഇവിടേക്ക് വന്നിട്ട് ഇവിടേക്ക് വന്ന് കറങ്ങിയിട്ട് പിന്നെ റോഡേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ രണ്ട് പിള്ളേരും അങ്ങനെ. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. അവർക്ക് വേറെ ഭാര്യയുണ്ടോയെന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ ബഹളം കരച്ചിലേക്ക് കേട്ടായിരുന്നു. അത് സ്ഥിരം ഉള്ളതുകൊണ്ട് രാവിലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 മണിയൊക്കെ ആയപ്പോഴും അത് കഴിഞ്ഞാണ് ഈ പെണ്ണ് പോയതെന്നാണ് പറയണത്. അത് ഞാൻ കണ്ടില്ല. ഇളയ കുഞ്ഞും ഇവിടെ ഇതിൻ്റെ മേലിൽ കയറി കിടക്കണത്. അപ്പോഴും നോക്കിയപ്പോൾ വെയിലത്ത് അങ്ങനെ കിടക്കണം. അപ്പോഴാണ് അതിന് മുമ്പാണ് മറ്റേ കുഞ്ഞ് പോയത്. അങ്ങനെ അറിയാവും.